So in this session, I'm going to discuss different types of electric currents. Electric current, we know current is the flow of charge. Current is due to the flow of charge, and it can be defined as rate of change of charge dq by dt, the amount of charge flowing per unit time. ഇനി കറണ്ട് തന്നെ നമുക്ക് സ്റ്റാറ്റിക്സിൽ നമ്മൾ ഡിഫറെൻറ്റ് കേസുകൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ ഡിഫറെൻറ്റ് കേസുകൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി പലതരത്തിലുള്ള കറണ്ടുകൾ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു വയറിൽ കൂടെ കറണ്ട് പോവുകയാണെങ്കിൽ, ഒരു വയറിൽ കൂടെയാണ് കറണ്ട് പോകുന്നതെങ്കിൽ അത് നമുക്കതിനെ ലീനിയർ കറണ്ട് എന്ന് ഡിഫൈൻ ചെയ്യാം. ലീനിയർ കറണ്ട്, ആ ഒരു വയറിൽ കൂടെ ഒരു വൺ ഡയമെൻഷണൽ മോഷനാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഒരു കണ്ടക്റ്റിംഗ് പ്ലേറ്റ് കൂടെ, ഫോർ എക്സാമ്പിൾ ഈ പേപ്പർ ഒരു കണ്ടക്റ്റിംഗ് മെറ്റാലിക് പ്ലേറ്റ് ആണെങ്കിൽ അതിൽ കൂടെ ഒരു കറണ്ട് വിടുകയാണെങ്കിൽ അതിൻ്റെ സർഫസിൽ കൂടെ ഈ സർഫസിൽ കൂടെ മുഴുവനായിട്ടായിരിക്കും അത് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്തരം കറണ്ടുകൾ വരുന്ന കേസിൽ, അത്തരം കറണ്ട് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് അത് ഇവാലുവേറ്റ് ചെയ്യുന്ന കേസിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയത് ഒരു സർഫസ് കറണ്ട് ഡെൻസിറ്റി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്തരം പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതുപോലെ ഒരു വോളിയം, ഒരു കണ്ടക്റ്റിംഗ് റോഡാണ്, ഈ പെൻ പോലെ ഒരു കണ്ടക്റ്റിംഗ് റോഡാണെങ്കിൽ അതിൻ്റെ വോളിയത്തിൽ മുഴുവനായിട്ട് കറണ്ട് പോവുകയാണ്. അപ്പോൾ അത്തരം കേസുകൾ നമ്മൾ വോളിയം കറണ്ട് ഡെൻസിറ്റി അതുപോലെയുള്ള പാരാമീറ്ററുകൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആ വോളിയം കറണ്ട് വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അത്തരം 3 ഡെഫിനിഷനാണ് നമ്മൾ ഈ സെഷനിൽ കാണുന്നത്. ലീനിയർ കറണ്ട്, ആദ്യം കാണുന്നത് ലീനിയർ കറണ്ടാണ്. സോ കൺസിഡർ എ കണ്ടക്റ്റിംഗ് നാരോ കണ്ടക്റ്റിംഗ് വയർ ത്രൂ വിച്ച് ഇലക്ട്രിക് ചാർജസ് ആർ ഫ്ലോയിങ് വിത്ത്, സോ ഈ ഒരു കണ്ടക്ടറിൽ കൂടെ ചാർജസ് ഫ്ലോ ചെയ്യുകയാണ് വിത്ത് എ ലീനിയർ ഡെൻസിറ്റി lambda coulomb per second. Lambda coulomb per second. Lambda linear density എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ലാംഡ ഈസ് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ അത്രയും ചാർജ് ഫ്ലോ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇനി ഇതിൻ്റെ ഒരു ഇൻഫിനിറ്റസിമൽ ലൈൻ എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഡി എൽ എന്നുള്ളൊരു ലൈൻ എലമെൻറ്റ് കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ എലമെൻറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി എൽ ഈക്വൽ ടു വി ഡി ടി. വി വെലോസിറ്റിയിലാണ് ഈ ചാർജസ് ഇതിലെ പോകുന്നതെന്ന് വിചാരിക്കുക. ഇതിലെന്താണ്? ഇലക്ട്രോൺ ആണെങ്കിൽ ഇലക്ട്രോൺ ആണെങ്കിൽ ഇലക്ട്രോൺ, പോസിറ്റീവ് ആണ്, എന്തോ ചാർജ് പോകുന്നു. ആ ചാർജിൻ്റെ വെലോസിറ്റി വി ആണെങ്കിൽ ആ ചാർജ് ഒരു ഡി ടി സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് dl is given, the distance is given by velocity times dt, where v is the velocity of moving charge through this distance dl. Now charge on segment dl is, ഇത്രയും ഒരു സെഗ്മെൻറ്റിലെ ചാർജ് എത്രയായിരിക്കും? നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ലീനിയർ ചാർജ് ഡെൻസിറ്റിയാണ്, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ലാംഡയാണ്, അല്ലെങ്കിൽ ഡെൻസിറ്റി ലാംഡയാണെങ്കിൽ ഡി എൽ ലെങ്ത്തിൽ എത്ര ചാർജ് ഉണ്ടാവും? ഡി എൽ ടൈംസ് ലാംഡ, കാരണം ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ലാംഡ. സോ അതിനെ ഞാൻ ഡി ക്യൂ എന്ന് വിളിക്കുകയാണ്. ഇവിടെയുള്ള ടോട്ടൽ ചാർജിനെ ഞാൻ ഡി ക്യൂ എന്ന് വിളിക്കുകയാണെങ്കിൽ ഡി ക്യൂ, ആ ചെറിയ സെഗ്മെൻറ്റിലുള്ള ചാർജ് ലീനിയർ ഡെൻസിറ്റി ഇൻറ്റു ലെങ്ത് ഡി എൽ. ആൻഡ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ലാംഡ. ഡി എൽ ഈസ് ഇൻ ടേംസ് ഓഫ് വെലോസിറ്റി വി ഡി ടി. Now we can define the fundamental definition for I is rate of change of charge dq by dt. So I is equal to dq by dt. This is equal to dq is lambda v dt. So lambda v dt divided by dt. So dt got cancel, we get lambda v. So linear current density, a linear current can be represented as linear current density into velocity. അപ്പോൾ ഇതിനൊരു വെക്ടറായിട്ട് നമുക്ക്, കറണ്ടിനെ ഒരു വെക്ടറായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. കറണ്ടിൻ്റെ വെക്ടർ എന്ന് പറഞ്ഞാൽ ചാർജസ് മൂവ് ചെയ്യുന്ന ആ ഡയറക്ഷൻ തന്നെയാണ്. സോ ലീനിയർ കറണ്ട് ഐ ഈസ് ലീനിയർ കറണ്ട് ഡെൻസിറ്റി ഇൻറ്റു വെലോസിറ്റി ഓഫ് ദാറ്റ് ചാർജ്. അപ്പോൾ ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല പ്രോബ്ലംസും സോൾവ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അടുത്ത് നമുക്ക് ഡിഫൈൻ ചെയ്തത് ലീനിയർ കറണ്ട് ഡെൻസിറ്റി നമുക്ക് വളരെ ഫെമിലിയർ ആണ്, ഒരു വയറിൽ കൂടെ കറണ്ട് പോകുന്ന കേസാണ്. അടുത്ത് നമുക്ക് ഇതിനൊന്ന് ജനറലൈസ് ചെയ്യാണ് 2 ഡയമെൻഷനിലേക്ക്. സർഫസ് കറണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പേപ്പർ തന്നെ ഒരു കണ്ടക്റ്റിംഗ് ഷീറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കണ്ടക്റ്റിംഗ് പ്ലേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. കണ്ടക്റ്റിംഗ് പ്ലേറ്റിൽ കൂടെ ഒരു കറണ്ട് പോവുകയാണെന്ന് വിചാരിക്കുക. ദെൻ സർഫസ് കറണ്ട് ഡെൻസിറ്റി, ഈ കേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ലീനിയർ കറണ്ട് ഡെൻസിറ്റി പോലെ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത് സർഫസ് കറണ്ട് ഡെൻസിറ്റിയാണ്. Surface current density is denoted by the letter K, is defined as current flowing
per unit width perpendicular to the flow. ഫോർ എക്സാമ്പിൾ ഒരു കനാലിൽ കൂടെ കുറേ വാട്ടർ പോവുകയാണെന്ന് വിചാരിക്കുക. ആ കനാലിൽ കൂടെ എത്ര എമൗണ്ട് ഓഫ് വാട്ടർ പോകുന്നുണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇതാണ് കനാലെങ്കിൽ അതിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ബാർ നമ്മൾ വയ്ക്കും. ആ ബാറിൽ കൂടെ എത്ര എമൗണ്ട് ഓഫ് വാട്ടർ പോകുന്നുണ്ട് ഒരു മാർക്ക് വേണ്ടേ. നമുക്കൊരു ഫിനിഷിംഗ് ലൈൻ, ഇപ്പോൾ നമ്മൾ കുറച്ച് പേര് ഓടി വരികയാണെങ്കിൽ നമ്മളൊരു ഫിനിഷിംഗ് ലൈൻ വെച്ചിട്ടാണ് അവർ എത്ര പേര് ലൈൻ ക്രോസ് ചെയ്തെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ആരാണ് ഫസ്റ്റ് ഫിനിഷ് ചെയ്ത് സെക്കൻഡ് ഫിനിഷ് അത്രയും കാര്യങ്ങൾ നോക്കുന്നത്. അതുപോലെ തന്നെ ഒരു വാട്ടർ മോളിക്യൂൾസിൽ ഒരു റിവറിൽ കൂടെ ഒരു കനാലിൽ കൂടെ പോവുകയാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു മാർക്കിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു മാർക്കിംഗ് ലൈൻ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമുക്ക് എത്ര എമൗണ്ട് പോയെന്ന് കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സർഫസ് കറണ്ട് ഡെൻസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദി കറണ്ട് ഫ്ലോയിങ് പെർ യൂണിറ്റ് വിത്ത് പെർപെൻഡിക്കുലർ ടു ദി ഫ്ലോ ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ പെർപെൻഡിക്കുലർ ടു ഫ്ലോ. സോ ഇറ്റ് ഈസ് DI/DL current per unit width perpendicular. അപ്പോൾ DL perpendicular ആണ്, DI/DL perpendicular. ഫോർ എക്സാമ്പിൾ ഈ ഷീറ്റിലാണെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയൊരു സെഗ്മെൻറ്റ് എടുക്കുകയാണ്, യൂണിറ്റ് വിഡ്ത്ത് വരുന്ന DL വിഡ്ത്ത് വരുന്ന ഒരു സെഗ്മെൻറ്റ് എടുക്കുകയാണ്, ഇതിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഒരു സെഗ്മെൻറ്റ്. അപ്പോൾ ഈ ഡയറക്ഷനിലാണ് ഇതിലെ കറണ്ട് ഫ്ലോ എന്ന് വിചാരിക്കാം. കറണ്ട് ഈ ഡയറക്ഷനിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലറായിട്ട് DL എന്ന് പറയുന്ന ഒരു വിഡ്ത്ത് കൺസിഡർ ചെയ്യുകയാണ്. അതിൽ കൂടെ എത്ര എമൗണ്ട് പോയി എന്നുള്ളതാണ് അവിടുത്തെ സർഫസ് കറണ്ട് ഡെൻസിറ്റിയുടെ മെഷർ. ഇനി നേരത്തെ എഴുതിയ പോലെ തന്നെ ഇവിടെ λV എന്ന് എഴുതിയ പോലെ തന്നെ ഇവിടെ നമുക്ക് σV എന്ന് എഴുതാൻ കഴിയും. ഇതുപോലെ തന്നെ പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് σV, where sigma is the surface current density. Surface charge density. ഇവിടെ ലാംഡ എന്തായിരുന്നു? ലീനിയർ ചാർജ് ഡെൻസിറ്റി ആയിരുന്നു. അപ്പോൾ ഇവിടെ സർഫസിൽ വരുമ്പോൾ ഒരു ഡയമെൻഷനും കൂടെ കൂടി, അപ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു V നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഡെഫിനിഷൻ ഓർത്ത് വയ്ക്കുക, സർഫസ് കറണ്ട് ഡെൻസിറ്റി ഈസ് DI/DL പെർപെൻഡിക്കുലർ, ദാറ്റ് ഈസ് ഈക്വൽ ടു സർഫസ് ചാർജ് ഡെൻസിറ്റി ടൈംസ് വെലോസിറ്റി ഓഫ് ദി ചാർജ്. ഇനി ഇത് ഒരു ഡയമെൻഷൻ കൂടി, മോസ്റ്റ് ജനറൽ കേസിൽ ഒരു ഡയമെൻഷൻ കൂടി വരാണെങ്കിൽ നമുക്ക് വോളിയം കറണ്ടായിട്ട് ഡിഫൈൻ ചെയ്യാം. Volume current is denoted by the letter J. Volume current density. Volume current density J. അപ്പോൾ അതിനെങ്ങനെ ഡിഫൈൻ ചെയ്യാം? സർഫസ് കറണ്ട് ഡിഫൈൻ ചെയ്തതിൻ്റെ ഒരു ഡയമെൻഷനും കൂടെ കൂടാണ്. അപ്പോൾ സർഫസ് കറണ്ട് നമ്മൾ ചെയ്തത് ഈ ഒരു സർഫസിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ അതിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈനായിട്ട് കൺസിഡർ ചെയ്ത്, ഇനിയിപ്പോൾ ഒരു കനാലിൽ വെള്ളം പോകുന്നത് നമ്മളൊരു 3 ഡയമെൻഷനലായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ എന്താണ് വെക്കേണ്ടത്? ഒരു ലൈനല്ല വരയ്ക്കേണ്ടത്, ഒരു പ്ലെയിനാണ് അവിടെ വെക്കേണ്ടത്. കാരണം അതിൻ്റെ ആ കനാലിൽ കൂടെ എൻ്റെ റോളിൽ കൂടെ ഇങ്ങനെ വാട്ടർ മോളിക്യൂൾസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കനാലിൻ്റെ ഫ്ലോയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്തിട്ട് ആ പ്ലെയിനിൽ കൂടെ എത്ര എമൗണ്ട് ഓഫ് വാട്ടർ പോയി എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ജനറലൈസ് ചെയ്താൽ മതി. കറണ്ട് ഫ്ലോയിങ് പെർ യൂണിറ്റ് വിഡ്ത്ത് എന്നുള്ളത്, വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു ലൈനാണ് ഉദ്ദേശിക്കുന്നത്, വിഡ്ത്ത് തിക്നെസ് ആണ് ഉദ്ദേശിക്കുന്നത്. വിഡ്ത്ത് എന്നുള്ളത് ഒരു ഏരിയ ആക്കാം, ഏരിയ പെർപെൻഡിക്കുലർ ടു ദി ഫ്ലോ. ആ കനാലിൻ്റെ ഫ്ലോയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് ഒരു ഏരിയ കൺസിഡർ ചെയ്തിട്ട് അവിടെ എത്ര എമൗണ്ട് വാട്ടർ പോകുന്നുള്ളത്. സോ J ഈസ് ഡിഫൈൻഡ് ആസ് DI/DA പെർപെൻഡിക്കുലർ. DLന് പകരം ഒരു ഡയമെൻഷനും കൂടെ കൂട്ടുക, DA പെർപെൻഡിക്കുലർ. സോ it is the current flowing per unit area perpendicular to the current flow. Current per area perpendicular to the flow. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഡിഫൈൻ ചെയ്യാം. ഇവിടെ σV എന്ന് എഴുതിയത് സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ ടേംസിലാണ്. ഇവിടെയാണെങ്കിൽ നമുക്ക് ρV എന്ന് എഴുതാം, വേർ ρ ഈസ് ദി വോളിയം ചാർജ് ഡെൻസിറ്റി. വോളിയം ചാർജ് ഡെൻസിറ്റി. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് ഇതാണ്. ഒരു ഒരു ഫൈനൈറ്റ് തിക്നെസ് ഉള്ള ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ അതിന് പെർപെൻഡിക്കുലറായിട്ടൊരു ഏരിയ കൺസിഡർ ചെയ്യുകയാണ്, യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ DI/DA പെർപെൻഡിക്കുലർ. ഇപ്പോൾ ഈ ഡയറക്ഷനിലാണ് കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് പെർപെൻഡിക്കുലറായിട്ടൊരു DA പെർപെൻഡിക്കുലർ കൺസിഡർ ചെയ്യുന്നു. ആ ഏരിയയിൽ കൂടെ എത്ര എമൗണ്ട് ഓഫ് കറണ്ട് പോയി എന്നുള്ള മെഷറാണ്. റോയാണെങ്കിൽ ρV ആണ് ഇതിൻ്റെ ഡെൻസിറ്റി. അപ്പോൾ ഈ ഒരു പാരാമീറ്റർ മിക്കവാറും എല്ലാ പ്രോബ്ലംസും നമ്മൾ ഈ പാരാമീറ്റേഴ്സ് ഡെൻസിറ്റി ടേംസിൻ്റെ പാരാമീറ്റേഴ്സാണ്. ലീനിയർ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റി. അതുപോലെ തന്നെ ലീനിയർ കറണ്ട് ഡെൻസിറ്റി, ലീനിയർ കറണ്ട് എന്ന് പറഞ്ഞാൽ ഓർഡിനറി കറണ്ട് തന്നെയാണ്. സർഫസ് കറണ്ട് ഡെൻസിറ്റി, വോളിയം കറണ്ട് ഡെൻസിറ്റി. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇനി പല പ്രോബ്ലംസിലും ഇതിനെ സോൾവ് ചെയ്യുന്നത്.